ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കോൺ വെച്ചിട്ട് സ്വീറ്റ് കോൺ വെച്ചിട്ട് നമ്മൾ ഒരു സലാഡ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഇതിൽ 2 സ്വീറ്റ് കോൺ വെച്ചിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട്, വേവിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാനാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വീറ്റ് കോൺ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു തോലെടുത്ത് നമ്മളത് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ സ്വീറ്റ് കോണ് ഇതേമാതിരി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇതേമാതിരി വെറുതെ കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഈസി ആവും. ഇനി അതല്ല മറ്റേതിനാണെന്നെങ്കിൽ സലാഡിനാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേവിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ സ്വീറ്റ് കോൺ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളിയും സവാളയും പിന്നെ സവാള ക്യൂബാക്കി അരിഞ്ഞതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിയിലയാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു കോൺ ഇതേമാതിരി വെച്ചിട്ട് നമ്മൾ ഈ ഒരു കോൺ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന മാതിരി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്തു കൊടുക്കണം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ടിത് നമുക്ക് എല്ലാതും പാടെ കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ ഫൈബർ കണ്ടൻറ്റ് നല്ലോണം ഉള്ളതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് നൈറ്റ് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ വയറ് ഭയങ്കര ഫില്ലായിട്ടിരിക്കും. അപ്പോൾ നമുക്കിത് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ് ഫില്ലായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഫുഡൊന്നും കഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതേമാതിരി മിക്സ് ചെയ്ത് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു ബൗൾക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇങ്ങനെയും കഴിച്ചാലും കുഴപ്പമില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ബൈ ബൈ, അസ്സലാമു അലൈക്കും.